ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മിങ്കളായി മടത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ എന്തു ചെയ്തു ഏതു ചെയ്തു മാമ്പഴ കുഞ്ഞോതേ. നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും, കാരണം ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ കുറേ എപ്പിസോഡായിട്ട് ചെയ്ത ഒരേ ഒരു ചാനല് നമ്മുടെ അത് മണിച്ചേട്ടൻ്റെ പല ഓർമ്മകളെയും ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കൈരളി ചാനലിലൂടെ വന്ന മണിച്ചേട്ടൻ്റെ ആ പ്രോഗ്രാം. കാരണം മണിച്ചേട്ടൻ ആ കുഞ്ഞിനെയും മകളെയും മടിയിലിരുത്തിട്ട് പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം വയലപ്പം കൊട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ ആ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കൊള്ളപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ ആ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ വട്ടേപ്പം വെള്ളപ്പം വട്ടേപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ അച്ഛൻ വന്നില്ലേ അമ്മ അത്തായം വെന്തില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണമ്മ കണ്ണെഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടി ഉണ്ടോ നോക്കാം. വല്ലാത്തൊരു ഓർമ്മയാണ് ആ മനുഷ്യൻ. മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരൻ സിനിമ ഞാനായിരുന്നു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്, വില്ലൻ. ഇൻകുലാബ് ചന്ദ്രൻ എന്നൊരു ക്യാരക്ടർ ശ്രീ പലയും ഡയറക്ട് ചെയ്തു. കണ്ണൂരായിരുന്നു, പയ്യന്നൂരായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മണിച്ചേട്ടൻ ഒരു വിഭവം ഉണ്ടാക്കി നമുക്ക് തരും കഴിക്കാൻ. എല്ലാ ദിവസവും രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാ ദിവസവും 2 ദിവസം കൂടെ ഇരുന്നിട്ട് 3 നമ്മളെ കണ്ടിൽ തിരക്കി വരും. ദിലീപിനെ പറഞ്ഞങ്ങ് വിടും, നിങ്ങൾ വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് പാട്ടും പാടി ബഹളവും വെച്ച് നമ്മളിങ്ങനെ ഇരിക്കും. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിന് മണിച്ചേട്ടൻ്റെ ക്യാരവിൽ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് പഴയ സിനിമകളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കണ്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഇതുപോലെ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ബന്ധങ്ങൾ പറയാനുണ്ടാവും. പക്ഷെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതാണ് മലയാളിക്ക് ഇങ്ങനെ മണ്ണിൻ്റെ മണമുള്ള കലാകാരന്മാർ വലിയ ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സന്നിയുടെ പാട്ടുകൾ പോലും നമുക്ക് അതാണ് ഇഷ്ടം, അല്ലേ? നമ്മുടെ സ്വന്തമാണ് അവരൊക്കെ, അതാണ്. അല്ല, ഓരോ ദേശത്തിനും ഓരോ മഹിമയുണ്ടാവും. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിന് ഓർമ്മ വരും. ചാലക്കുടി എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ. ചാലക്കുടി മാത്രമല്ല തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ മണിച്ചേട്ടൻ മണി മുഴക്കമുണ്ട്, അല്ലേ? ലോകത്തിന്റെ അല്ലേ ഏത് കോണി പോയാലും അല്ല, ആ ദേശത്തിന് നമ്മള് കുറച്ചുകൂടി അഭിമാനം. ഇപ്പൊ ചാലക്കുടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മണിയിലേക്ക്. മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. നമ്മുടെ എനർജി മാറിയത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോഴും എല്ലാ ദിവസവും ഒരു വാമപ്പുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഗസ്റ്റ് വന്നാലും ആരും വന്നാലും നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ ഒന്ന് കത്താനൊരു ശ്രമം നടത്തും. പക്ഷെ നമ്മൾ അറിയാതെ കത്തിയൊക്കെ നിൽക്കുകയായിരുന്നു. താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് വേറെ തന്നെ. കാന്താരയിൽ അത് മുങ്ങിയൊന്നും എനിക്കറിയില്ല. ഒരിക്കലും മുങ്ങില്ല, പൊന്തി വരും. എന്താണത്? അതായത് ഈ നവംബറിൽ ഈ വൃശ്ചിക മാസത്തിൽ ഞാൻ പ്രധാന വേഷം ചെയ്യുന്ന ഒരു സിനിമ വരുന്നുണ്ട്, ശ്രീ അയ്യപ്പൻ. അടിപൊളി. അതിനകത്ത് സണ്ണി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പാടി അഭിനയിച്ചിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആയിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ നടന്നത്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. എന്താ നമ്മുടെ മധുബാലകൃഷ്ണൻ ചേട്ടൻ പാട്ടിട്ടുണ്ട്, ഒരു 6-7 പാട്ടുകളുണ്ട് ആ സിനിമയിൽ. നല്ല മ്യൂസിക്കും നല്ല, കാരണം അത് വേറൊരു ചരിത്രമാവുമായിരിക്കും. കാരണം ചേട്ടൻ, ഞാൻ അതിന്റെ കുറച്ചൊക്കെ വീഡിയോസ് വിഷ്ണു എനിക്ക് കാണിച്ചു തരാണ്ടായി. വിഷ്ണു കഞ്ഞാറോട് സംവിധാനം ചെയ്തിട്ട്, അതായത് ആദ്യ മീഡിയ ശ്രീകുമാർ ഏട്ടനും പിന്നെ ഈ ഷായ് ചേട്ടനും അവരാണ് നിർമ്മിച്ചിരിക്കുന്ന സിനിമ. വിഷ്ണു വെഞ്ഞാറമൂടാണ് അതിൻ്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. റിയാസ് ഖാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. റിയാസ് ഖാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്, നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുധീർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, കോട്ടയം രമേശ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ. നമുക്ക് നമ്മുടെ ശ്രീ അയ്യപ്പന് വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കണം സന്നിയുടെ സാന്നിധ്യം. ഞങ്ങളിങ്ങനെ
സന്തോഷം. അപ്പൊ എല്ലാരും ഒരു വൃശ്ചികത്തിൽ ഞങ്ങളുടെ പടം വരുമ്പോ കാണണം. അതെ, സണ്ണി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് വില്ലാളി വീര വീരമണി കണ്ട എങ്കൾ തുണை സ്വാമിയേ. ഞങ്ങളുടെ സിനിമയിൽ പാട്ടാണ്. രണ്ടുപേർക്കും അതൊരു വലിയ വമ്പൻ ഹിറ്റായി മാറി. വലിയ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഓക്കെ.